കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, ഹല്ലേലൂയ, 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 2 Corinthians chapter 5 verse 7, 8, 9 വായിച്ചു കേൾക്കാം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ ഉള്ളിലുള്ള 3 ഇഷ്ടങ്ങൾ കൊരിന്തിലെ സഭയെ തുറന്നു കാണിക്കുക. 1, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നതാണ് എനിക്കിഷ്ടം. 2, കർത്താവിനോട് കൂടെ വസിപ്പാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. 3, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പൗലോസിൻ്റെ 3 ഇഷ്ടങ്ങളാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാ. അങ്ങനെ നടക്കുന്നതാ എനിക്കിഷ്ടം. കർത്താവിനോട്, ദൈവത്തിന് സ്തോത്രം, കൂടെ വസിക്കുന്നതാണ് എനിക്കധികം ഇഷ്ടം. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാണ്, പ്രസാദിപ്പിക്കുന്നവനാകാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. നമുക്ക് വളരെ മണിക്കൂറുകൾ ഇരുന്ന് ധ്യാനിക്കേണ്ട ഒരു ദൂതിലേക്കാണ് നമ്മൾ വരുന്നത്. പൗലോസ് പറയുന്ന 1-ാമത്തെ പദം ആദ്യം ധ്യാനിക്കാൻ പോവുക. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞാൻ നടക്കുന്നത്. കാഴ്ചയ്ക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടെങ്കിലും വിശ്വാസത്തിന് ഒരു തടസ്സവുമില്ല. ഒരാമീ വരുന്നില്ല. ഞാൻ നടക്കുന്നത് കാഴ്ചയാലല്ല. എങ്ങനെയാണ്? വിശ്വാസത്താല. ആമീൻ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? കൺമുമ്പിൽ നിനക്കൊത്തിരി എതിരാളികളുണ്ട്, എതിർ ശക്തികളുണ്ട്, എതിർബന്ധനങ്ങളുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന നിനക്ക് അതൊന്നും ബാധകമല്ല. ഞാൻ നടക്കുന്നത് വിശ്വാസത്താലാ. ഇന്ന് നീ ഇവിടുന്ന് തിരിച്ചു ചെന്ന് നിൻ്റെ വീട്ടിൽ കയറുമ്പം നീ പറഞ്ഞുകൊണ്ട് കയറേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് തൊട്ട് ഞാൻ ചലിക്കുന്നത് വിശ്വാസത്താലായിരിക്കും. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്ത് പറ, വിശ്വാസത്താൽ നടക്കണമെന്ന് പറ. ഹല്ലേലൂയ. നല്ലൊരു പദം പറഞ്ഞാൽ എന്നെ നയിക്കുന്നത് ആഴമേറിയ ദൈവവിശ്വാസമാണ്. എന്തെല്ലായിരുന്നു പറഞ്ഞ, എന്നെ നയിക്കുന്നത് ആഴമേറിയ ദൈവവിശ്വാസമാണ്. പരാജയത്തിൻ്റെ നടുവിലൂടെ വിശ്വാസം പറഞ്ഞുകൊണ്ട് നടക്കാൻ പോവുക. ഞാൻ ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് വരുമ്പം, ഹല്ലേലൂയ, പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പം വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകുക. സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ഇതൊരു വിലയേറിയ വിശ്വാസമാണ്. എന്ത് വിശ്വാസമാണ്? വിലയേറിയ വിശ്വാസമാണ്. മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇത് വളരുന്ന വിശ്വാസമാണ്. എന്താണ്? വളരുന്ന വിശ്വാസമാണ്. ഹല്ലേലൂയ. ലൂക്കോസ് 17 യേശു പഠിപ്പിച്ചു, ഇത് വർദ്ധിക്കുന്ന വിശ്വാസമാണ്. അപ്പം വിലയേറിയ വിശ്വാസമാണ്, വളരുന്ന വിശ്വാസമാണ്, വർദ്ധിക്കുന്ന വിശ്വാസമാണ്. യാക്കോബ് 2:22 ഇത് വ്യാപരിക്കുന്ന വിശ്വാസമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് സ്തോത്രം, വിലയേറിയ വിശ്വാസമാണ്. തീർന്നില്ല, ഇത് വളരുന്ന വിശ്വാസമാണ്. 3, ഇത് വർദ്ധിക്കുന്ന വിശ്വാസമാണ്. 4, ഇത് വ്യാപരിക്കുന്ന വിശ്വാസമാണ്. പൗലോസിൻ്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് ഇനി ഇച്ചിരി ഗഹനമായിട്ട് ചിന്തിക്കാൻ പോവാം. പൗലോസിൻ്റെ ഇന്ന് ഈ പ്രസംഗം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ അകത്ത് മുമ്പൊരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത ആഴമേറിയ വിശ്വാസം ഇന്നത്തെ പ്രസംഗങ്ങൾക്കുണ്ടാവും. ഇവിടെ ഇരുന്ന് നീ വിശ്വസിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അത് വിടുതലായി വ്യാപരിക്കും. ഓ ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർത്തോണം, അതിര് കടന്ന് ദൈവത്തെ വിശ്വസിച്ചോണം. സാഹചര്യം കാഴ്ചയാൽ ഒന്നും നടക്കത്തില്ല. കാരണം കാണുന്നത് മൊത്തം തടസ്സമാണ്, കാണുന്ന മുഴുവൻ പോരാട്ടമാണ്, വഴി അടഞ്ഞു കിടക്കുക. പക്ഷേ വിശ്വാസം പറയുക, അല്ല, അത് തുറക്കാൻ പോവുക. സാഹചര്യം നിൻ്റെ കുടുംബത്തിൽ അടച്ചുപൂട്ടിയ ഡോറ് പോലെ നിൽക്കുമ്പോൾ വിശ്വാസം പറയുക, അത് തന്നെ തുറക്കാൻ പോവുക.